നാളെ മാറ്റാൻ ഇന്നൊരു തീരുമാനം മതി. ആദ്യപടി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക്. ചിത്തര വിമൻസ് അക്കാദമി, SMB ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ഷൊർണൂർ കവളപ്പാറ ഐക്കോൺസ് ആശുപത്രി BJP നേതാക്കൾ സന്ദർശിച്ചു. ഷൊർണൂർ കവളപ്പാറയിലുള്ള ഐക്കോൺസ് എന്ന ആരോഗ്യ സ്ഥാപനത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ സേവനം കൊടുക്കേണ്ട ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും അതേപോലെ ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ്. ഒരു കാലത്ത് ഇതിൽ കിടത്തി ചികിത്സ അടക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുന്നത് കിടത്തി ചികിത്സ അവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ വേണ്ടത്ര സ്റ്റാഫുകളില്ല. ന്യൂറോ തന്നെ പരിപൂർണമായിട്ട് ഇരിക്കുന്നത് ഒരാളെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണ ചാർജുള്ള ആൾ പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിയാതെ പകുതി ദിവസം, മാസത്തിൽ പകുതി ദിവസം മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത്. എനിക്ക് ഏകദേശം 7 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന സ്ഥലം, കുറേ ബിൽഡിങ്ങുകൾ, ഇത് റൂമുകൾ പലതും, ഓഫീസുകളിലെ പല റൂമുകളും പൂട്ടിക്കിടക്കുകയാണ്. അതിനർത്ഥം ഇവിടെ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടത്താൻ സ്റ്റാഫില്ല എന്നുള്ളത് തന്നെയാണ്. ഉള്ള സ്റ്റാഫിന് വേണ്ട രീതിയിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയെ കാണിക്കുന്നു. എല്ലാ ആരോഗ്യമന്ത്രിമാരും ആദ്യം ആരോഗ്യമന്ത്രിയായാൽ ആദ്യം ഇവിടെ സന്ദർശിക്കാറുണ്ട്. പക്ഷേ അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രയോ ആളുകൾക്ക്, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിന് സംരക്ഷണം കിട്ടേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു മാറ്റം ഉണ്ടാക്കി കിട്ടേണ്ട ഈ സ്ഥാപനം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നശിച്ചു കിടക്കുന്ന സ്ഥിതിവിശേഷം. ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്വയം ഭരണാധികാര സ്ഥാപനമാണ് ഇത്. ആരോഗ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. എന്നാൽ ഇവിടെ ആകെ ഒരു തവണ മാത്രമേ മന്ത്രി സന്ദർശിച്ചിട്ടുള്ളൂ. ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ മുൻപ് കിടത്തി ചികിത്സിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കിടത്തി ചികിത്സ ഇല്ല. 2 ന്യൂറോ സർജന്മാർ സ്ഥിരം വേണ്ട സ്ഥലത്ത് ഒരാൾ മാസത്തിൽ 15 ദിവസം മാത്രമേ വരുന്നുള്ളൂ. 7 ഏക്കർ സ്ഥലത്ത് കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സ്ഥിരം ഉദ്യോഗസ്ഥരുടെ എണ്ണം 60 ഉണ്ടായിരുന്നത് ഇപ്പോൾ 10-ൽ താഴെയാണ്. കവളപ്പാറ കൊട്ടാരം വിട്ടുകൊടുത്ത സ്ഥലവും കെട്ടിടവും ഇന്ന് സമൂഹത്തിന് ഗുണകരം അല്ലാതിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കേരള ആരോഗ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം എന്നും PSC വഴി സ്ഥിര നിയമനങ്ങൾ നടത്തണമെന്നും ഇപ്പോഴുള്ള ജോലിക്കാർക്ക് ശമ്പള പരിഷ്കാരം നടത്തണമെന്നും BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ ഇവിടെ പഠിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. പഠിക്കാനുള്ള സംവിധാനത്തിന് ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന ആളുകൾ, അവരിൽ നിന്ന് ഇവിടെ എങ്ങനെയാണ് അപ്പോയിൻമെന്റ് നടത്തുന്നത് അതിനൊരു വ്യക്തമായ കാഴ്ചപ്പാടില്ല. പലപ്പോഴും പുറമെ കളിക്കുന്നത് അവരിൽ നിന്ന് പോലും പൈസ വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം, അങ്ങനെ അവർ ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, ഈ സ്ഥാപനത്തിനോട് പൂർണ്ണമായുള്ള അവഗണന. ഈ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം, ഈ ബിൽഡിങ് അത് ഇവിടുത്തെ കവളപ്പാറ കൊട്ടാരം സൗജന്യമായി കൊടുത്തതാണ്. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ ഇത്രയും സ്ഥലമുണ്ടായിട്ടും സൗകര്യങ്ങളുണ്ടായിട്ടും ബിൽഡിങ്ങുകളുണ്ടായിട്ടും വേണ്ടത്ര ചികിത്സ വേണ്ട രീതിയിൽ കൊടുക്കാനുള്ള സ്റ്റാഫിൻ്റെ കുറവ് അത് വളരെ ബാധിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. അദ്ദേഹത്തോടൊപ്പം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, സെക്രട്ടറി K. പ്രസാദ്, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി ഗോപകുമാർ, സോഷ്യൽ മീഡിയ കോ കൺവീനർ രാജേഷ് വെള്ളോത്ത്, കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് എന്നിവരും ഹോസ്പിറ്റൽ സന്ദർശനത്തിന് എത്തിയിരുന്നു.